അഭീഷ്ടവരദായിനി പരമാര ഭഗവതി, നിൻപാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. തിരക്കേറിയ എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്തായി കുടികൊള്ളുന്ന പരമാര ദേവീ ക്ഷേത്രം. വടക്കോട്ട് ദർശനമരുളുന്ന ദേവീക്ഷേത്രങ്ങളിൽ അതിപുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് പരമാര ദേവീക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപേ പരമ്പനാർ കുളങ്ങര ഭഗവതി എന്നും പരമാര മുത്തി എന്നും പഴമക്കാർ പറഞ്ഞുവരുന്നു. ചേരാനെല്ലൂർ കർത്താക്കന്മാരാണ് ഈ ക്ഷേത്ര ഊരാളന്മാർ. കൊച്ചി രാജ്യത്ത് ചേരാനെല്ലൂർ പ്രവിശ്യയുടെ ഭരണകർത്താവും മഹാമാന്ത്രികനുമായിരുന്ന ചേരാനെല്ലൂർ കുഞ്ചുകർത്താവിൻ്റെ ഉപാസനമൂർത്തികളിൽ ഒന്നായിരുന്നു പരമ്പനാർ കുളങ്ങര ഭഗവതി എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി തൻ്റെ വിഖ്യാത ഗ്രന്ഥമായ ഐതിഹ്യമാലയിൽ വിവരിക്കുന്നുണ്ട്. പരമാര ഭഗവതി കൊടുങ്ങല്ലൂരമ്മയാണെന്നും ആലുങ്കൽ ഭഗവതി രൂപത്തിൽ വളരുന്ന വിഗ്രഹമായി കിഴക്കേ ആൽത്തറയ്ക്കൽ എഴുന്നള്ളി എത്തിയതാണെന്നുമൊക്കെ ശ്രുതികളുണ്ട്. രക്തബീജാസുര വധത്തിനായി ശ്രീ പരമേശ്വരന്റെ നേതൃത്വത്തിൽ നിന്നും ജനിച്ച ഭദ്രകാളി വടക്കോട്ടിരുന്നാൽ കൊടുങ്കാളിയുടെ ഉഗ്രതയണിയുമെന്നാണ് വൈദിക മതം. ഐതിഹ്യകാലത്ത് ഒരു പരദേശി ബ്രാഹ്മണൻ ദേശാടനാർത്ഥം ഋഷിനാഗകുളത്ത്, അതായത് ഇന്നത്തെ എറണാകുളത്തെത്തി ഉഷപൂജയ്ക്കായി പരമ്പനാർ കുളങ്ങര എന്ന സ്ഥലത്ത് തന്റെ ഉപാസനമൂർത്തി ബിംബങ്ങൾ ദേവനെയും ദേവിയെയും വെച്ചു. പൂജ കഴിഞ്ഞപ്പോൾ ദേവീ വിഗ്രഹം അവിടെ ഉറച്ചു പോയെന്നും തുടർന്ന് ദേവപ്രശ്ന വിധി പ്രകാരം അവിടെ ദേവീക്ഷേത്രം പണിയുകയും ദേവനെ തോട്ടത്തിങ്കൽ എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇന്നും ഈ ക്ഷേത്രം തോട്ടത്തിങ്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. അക്കാലത്ത് ചേരാനെല്ലൂർ കർത്താവിന്റെ അനുമതി കിട്ടിയാലേ വേല പടയണികൾ കോഴിവെട്ടും ഗുരുതിയും ഉണ്ടായിരുന്ന അന്നാളിൽ ഭരണിനാൾ ഉച്ചയ്ക്ക് 2 മണിക്ക് നട തുറക്കുമായിരുന്നുള്ളൂ. പിന്നീട് പാലക്കാപ്പള്ളി കുറുപ്പന്മാരുടെ ഗരുഡൻ കുറുപ്പവുമുണ്ട്. കുംഭമാസത്തിലെ ഉത്രാടത്തിന് കൊടി കയറി പൂരുരുട്ടാതി ഉത്രട്ടാതി നാളുകളിൽ ഇരുവിഭാഗം താലപ്പൊലികൾ ആഘോഷിക്കുന്നു. ഇതിൽ തെക്കുംഭാഗം താലപ്പൊലിയിൽ തലത്താലത്തിനുള്ള അവകാശം നമ്പ്യാർ കുറുപ്പത്തുകാർക്കും വടക്കും ഭാഗം തലത്താലത്തിനുള്ള അവകാശം വടക്കേക്കാരിയിൽ കുടുംബക്കാർക്കും ഉള്ളതായിരുന്നു. ചേന്നാസ് വിഷ്ണു നമ്പൂതിരി താന്ത്രിക വിധി അനുഷ്ഠിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിൽ ഗണപതി, ശിവൻ എന്നീ ഉപദേവന്മാരും പുറത്ത് ബ്രഹ്മരക്ഷസ്, നാഗരാജാവ്, നാഗയക്ഷി, ആലുങ്കൽ ഭഗവതിയെയും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ഉപാസിച്ചാൽ ഉദ്ദിഷ്ടമെല്ലാം സാധ്യതമാക്കുന്ന അമ്മ, പരീക്ഷിച്ചാൽ പള്ളിവാൾ ഒളിയിളക്കുന്ന അമ്മ, സാക്ഷാൽ പരമാര ദേവി വെളിപ്പുറത്തെത്തുന്ന കാരുണ്യമാണ്. ഉത്സവം എന്ന വാക്ക് തന്നെ ഉണ്ടായത് ഉത്സ്രവം എന്നാണ്. മുകളിലേക്കുള്ള ഒഴുക്ക് എന്നുള്ള വാക്കാണ് മഹാകവി അക്കിത്തം ഒരിക്കൽ പറയുകയുണ്ടായി. നമ്മൾക്കറിയാം, നമ്മളുടെ കൊടിയേറ്റം എന്ന് പറയുന്നത് ഉയർച്ചയിലേക്കുള്ള കയറ്റമാണ്. മനസ്സിൻ്റെ ചിന്തകളുടെ അല്ലെങ്കിൽ ആധ്യാത്മികതയിലേക്കുള്ള ഒരു ഉയർച്ചയാണ് ഈ അമ്മ അല്ലെങ്കിൽ ഉത്സവം എന്നൊക്കെ പറയുന്ന ആഘോഷങ്ങളും സങ്കല്പങ്ങളും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ.